കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. വേറെ ഒന്നുമല്ല, വീട്ടിൽ ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇതൊരു പരീക്ഷണമാണ്. ഇതുവരെ നമ്മൾ ആരും ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം നമ്മൾ വീട്ടിൽ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഫൈനലി കത്തി. ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ ഞാൻ രാവിലെ തന്നെ മസാലയൊക്കെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വച്ചേക്കാണ്. ഇനി ഗ്രില്ല് ചെയ്യാൻ ഞാൻ ചെയ്ത മസാല റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തത്. അത് 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബേസിനിൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, കൊച്ചും കൂടെ കഴിക്കുന്നതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. നമുക്ക് ആവശ്യമനുസരിച്ച് കൂടുതലിടാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 3 ടേബിൾ സ്പൂൺ പുളിപ്പില്ലാത്ത തൈരും. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം അതിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ടീസ്പൂണോളം നാരങ്ങ നീര് ഞാൻ അതിൽ ചേർത്ത് മിക്സ് ചെയ്തു. ഇനി 1 ടീസ്പൂൺ കസ്തൂരി മേത്തി എടുക്കുകയാണ്. അത് ഇതുപോലെ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് ഞൗടിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നല്ല പൊടിഞ്ഞ് കിട്ടും. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചേക്കുന്ന ചിക്കനിൽ ഈ മസാല നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ വരഞ്ഞു വെച്ചേക്കുന്ന ഇടയിലും അതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പിലും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മസാല ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതുപോലെ എല്ലാ പീസും ചെയ്യുന്നുണ്ട്. മസാല നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഒരു 8 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് വെച്ചേക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഒരു 8 മണിക്കൂറോളം ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ ഈവനിങ് വ്ലോഗ് നടത്താമെന്ന് കരുതി ഇപ്പോൾ ഭയങ്കര മഴയാണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് മഴയുണ്ട്. അപ്പോൾ ഇന്നും വൈകിട്ടായപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ടാർപ്പൊക്കെ കെട്ടി അടുപ്പൊക്കെ കൂട്ടി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോണ അടുപ്പ് നമുക്ക് നോക്കാം. അവിടെ ടാർപ്പൊക്കെ കെട്ടി, പക്ഷേ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇന്ന് നല്ല കാറ്റും മഴയുണ്ടായിരുന്നു. ഇന്നത്തേക്കാളും നല്ല കാറ്റും മഴയായിരുന്നു. കരിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ച് ഉച്ചയായപ്പോഴത്തേക്കും അനിയനും ഏട്ടനും കൂടി ടാർപ്പ് കെട്ടി അടുപ്പും നല്ല രീതിയിൽ സെറ്റ് ചെയ്തു. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. നല്ല മഴ പെയ്യുന്നുണ്ട്, ഭയങ്കര കാറ്റുമുണ്ട്. നല്ല കാറ്റും നല്ല തണുപ്പും ആയതുകൊണ്ട് അടുപ്പ് കത്താൻ കുറേ പാടുപെട്ട് കരിയൊക്കെ ഇട്ട് പിന്നെ അവസാനം അനിയന്ത ഇതുപോലെ വീശിയാണ് ഒന്ന് കത്തിച്ചെടുത്തത്. നല്ല കത്തിയതിന് ശേഷം അടുപ്പും നല്ല ചൂടായി, കരിയൊക്കെ നല്ല ചൂടായി തന്നെ കിട്ടി.
കരി നല്ല കനലായതിന് ശേഷം ഗ്രില്ല് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. ഇതുപോലെ ഒരു ഗ്രില്ലാണ് എടുത്തത്. അത് നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഗ്രീസ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്രില്ല് ചെയ്ത ചിക്കൻ ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ പറ്റും. പെട്ടെന്ന് ഇളകി പോരും. കനൽ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ ഒരു 4 പീസ് ആദ്യം ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രില്ലിൽ ഇതുപോലെ കുറച്ചായിട്ട് ഇടവിട്ട് വയ്ക്കുകയാണ്. ഇങ്ങനത്തെ ഗ്രില്ല് ഇപ്പോൾ അവൈലബിൾ ആണ്, മാർക്കറ്റിലൊക്കെ നല്ല അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി തന്നെ വാങ്ങിക്കാൻ പറ്റും. ചിക്കൻ എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ അടച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതായി ചൂടാക്കി വെച്ചേക്കുന്ന അടുപ്പിൽ ആ കനലിൻ്റെ മുകളിൽ ഇതുപോലെ വച്ചു കൊടുക്കുകയാണ്. ഇത് ഓരോ സൈഡും വേവാൻ ഒരു 12 മിനിറ്റായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ ഇങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെയൊക്കെ ആയിരുന്നു, ഇതെന്തായിരിക്കും, ലാസ്റ്റിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ. ആരവ് നല്ല ഹാപ്പി ആയിരുന്നു. അവൻ്റെ കുഞ്ഞമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കളിച്ച് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്നു. ആദ്യത്തെ സൈഡ് വേവാൻ വേണ്ടിയിട്ട് ഞാനൊരു 15 മിനിറ്റായിരുന്നു വെച്ചിരുന്നത്. നമുക്കിപ്പോൾ അത്രയും ആവശ്യമില്ലായിരുന്നു. ഒരു 12-10 മിനിറ്റിനകം തന്നെ നമുക്ക് ഒരു സൈഡ് വെന്ത് കിട്ടും. ചിക്കൻ നല്ല വെന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കണം. നല്ല ഈസി ആയിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ അത് നല്ല വെന്തെന്നാണ് അർത്ഥം. അടുത്ത സൈഡ് ഒരു 12 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ നല്ല കുക്കായി. 2 സൈഡും സ്റ്റിക്ക് വെച്ച് കുത്തി വെന്താന്ന് നോക്കിയതിന് ശേഷം അത് എടുത്തു. ഗ്രില്ലാവുന്ന സമയം കൊണ്ട് ഞാൻ പോയി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ഗ്രില്ല് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഗ്രില്ലിൽ നമ്മൾ ചെയ്ത മസാല കറക്റ്റായിരുന്നു, നല്ല ടേസ്റ്റിന് തന്നെ കിട്ടി. പിന്നെ കുറച്ചും കൂടി എരിവ് വേണമായിരുന്നു. അത് കൊച്ചുണ്ടായതുകൊണ്ട് ഞാൻ ഇത് കുറച്ചത്. കുരുമുളക് നമുക്ക് ആവശ്യത്തിന് ഇടാൻ കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് ട്രിപ്പ് വയ്ക്കുകയാണ്. ഇതെൻ്റെ അപ്പൂപ്പനാണ്. അപ്പൂപ്പനെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പൂപ്പന് ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുരുമുളക് കുറഞ്ഞുപോയി. അപ്പോൾ കുരുമുളക് കൂട്ടിയിട്ടാൽ മതി. ഇതാണ് എൻ്റെ അനിയൻ സൂര്യ. അവൻ്റെ വക ഒരു പനീർ ബട്ടർ മസാല ഉണ്ടായിരുന്നു. പിന്നെ അവൻ മയണൈസ് ഉണ്ടാക്കി. അവ എപ്പോഴും ചെയ്യുന്ന മയണൈസ് റെസിപ്പിയാണ്. അതിനായിട്ട് 15 ചെറിയ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉപ്പ്, പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, 1 മുട്ട ഫുള്ള പൊട്ടിച്ചതും 1 മുട്ടയുടെ വെള്ളയും. ഇനി ഇത് മിക്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ 15 വെളുത്തുള്ളി ഇടയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 10 എണ്ണയൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 1 മുട്ട ഫുള്ളായി ഇട്ട് കൊടുക്കണം. വെള്ളയും മഞ്ഞയും വേണം. ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്യേണ്ട രീതി കാണിച്ചു തരാം. ഈ മെത്തേഡിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് മുട്ട എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നതേ ഉള്ളൂ. ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സർവിങ് സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കൊള്ളുന്നത്. ഇതിപ്പം 3 പ്രാവശ്യമായിട്ട് ഒഴിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആദ്യത്തെ ട്രിപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഉപ്പിട്ട് കൊടുക്കണം. അത് നമുക്ക് കുറച്ചായിട്ട് ഓരോ ട്രിപ്പിലും കുറച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒറ്റ സ്പീഡിലിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. നേരത്തെ കാണിച്ച കണക്ക് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുത്താലേ നല്ല ക്രീമി ആയിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ടിത് ക്രീമി ആവുന്നത് വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി രണ്ടാമത്തെ പ്രാവശ്യം സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ 3 സെർവിങ് സ്പൂണിൽ 3 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തുടക്കത്തിലെ എല്ലാം കൂടി മിക്സ് ചെയ്യരുത്. ഒഴിച്ച എഗ്ഗ് നല്ല വൈറ്റ് കളറായി കുറച്ചും കൂടെ ക്രീമി ആവാറുണ്ട്. കുറച്ചും കൂടെ ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം, തിക്കായിട്ട് വേണം. അതുകൊണ്ട് ഒന്നും കൂടി കുറച്ച് എണ്ണ ഒഴിച്ച് ബീറ്റ് ചെയ്തൊക്കെയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടത്, കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. ഇത് ഒരു 6 പേർക്ക് നല്ല രീതിയിൽ സെർവ് ചെയ്യാനുള്ളതുണ്ട്. ഗ്രില്ലിൻ്റെ കൂടെ മയണൈസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ. ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ, ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഗ്രില്ലിൻ്റെ കൂടെ മാത്രമല്ല, വീട്ടിൽ എന്ത് സ്നാക്സ് ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണിത്. വീട്ടിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മയണൈസ് റെഡിയായി. ചിക്കൻ ഫുള്ളാ ഗ്രില്ല് ചെയ്തെടുത്തു. അതിൽ കുറച്ച് ഉള്ളിയും കൂടി സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസും പിന്നെ പനീർ ബട്ടർ മസാലയും റെഡിയായി. പിന്നെ കുറച്ച് പപ്പടവും. ഈ തണുത്ത നൈറ്റിലൊരു ചൂട് ഡിന്നർ റെഡിയായി കഴിഞ്ഞു. ഇതൊരു സ്പെഷ്യൽ ഈവനിങ് വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഗ്രില്ല് റെഡിയായി കഴിഞ്ഞു. ഇതാ എല്ലാവരും കഴിക്കാൻ പോവുകയാണ്. നമുക്ക് കാണാം. വേണ്ട, ഇവിടെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. അപ്പൂപ്പനെയും വിളിച്ചു. അപ്പൂപ്പൻ വന്നില്ല. അപ്പൂപ്പന് സമയമായില്ല, കഴിക്കാൻ ടൈമിനെ കഴിക്കുകയുള്ളൂ. അപ്പം വരുന്നില്ല. ഇപ്പം ടൈം 8:15 ആയുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ചൂടോടെ ഇരിക്കുന്നുണ്ടപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഈ കോവിഡ് സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമല്ലേ. വീട്ടിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.